ഗിരീഷ് ഞാൻ ഇപ്പോൾ കണ്ടോണ്ടല്ലോ, ഞാൻ അങ്ങേരെ പോയി കെട്ടിപ്പിടിക്കും. ബിക്കോസ് ദിസ് ഇസ് ഹൗ യു ഷുഡ് റൈറ്റ് റൊമാൻസ്, ദിസ് ഇസ് ഹൗ യു ഷുഡ് റൈറ്റ് ക്യാരക്ടേഴ്സ്, ദിസ് ഇസ് ഹൗ യു ഷുഡ് റൈറ്റ് ഇമോഷൻസ്. ഞാൻ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇറങ്ങിപ്പോൾ ഞാൻ കുറച്ച് വർഷം മുന്നേ പ്രേമല് കണ്ടു കഴിഞ്ഞാൽ അതേ ഫീലിംഗ് കിട്ടിയത്. എനിക്ക് വീണ്ടും ഈ സിനിമ പോയി എക്സ്പീരിയൻസ് ചെയ്യണം, വീണ്ടും അവരുടെ ആ ഒരു ലോകത്തിന്റെ ഭാഗമാണെന്നൊരു ഭയങ്കരമായിട്ടൊരു കൊതി വന്നു. ബെത്ലഹേം കുടുംബം ഒരു ബ്യൂട്ടിഫുൾ ലവ് സ്റ്റോറിയാണ് ബിറ്റ്വീൻ രണ്ട് ഏജ് ഗ്യാപ്പുള്ള രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിൽ. ഒരു 14 ഇയർ ഏജ് ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ അത് എഴുതി വെച്ചിരിക്കുന്ന രീതി, അവരുടെ ഓരോ മൊമെന്റ്സും, അവരുടെ റിലേഷൻഷിപ്പ്, അവരുടെ ഇമോഷൻസ് എല്ലാം ഭയങ്കര ജെനുവിനാണ്. മമിത ബൈജു, നിവിൻ പോളി, സംഗീത് പ്രതാപ്, മീനാക്ഷി രവീന്ദ്രൻ, റോഷൻ ഷാനവാസ്, ശൃന്ദ, സുരേഷ് കൃഷ്ണ, എല്ലാവരും ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അവരാരും ശരിക്കും അഭിനയിക്കുകയല്ല, എല്ലാവരും ആ ഒരു വേൾഡിന്റെ ഭാഗമാണ്. അവരങ്ങ് ജീവിച്ച് പോവാണ്. അതേപോലെ മമിത ബൈജു എത്ര തമിഴ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഗിരീഷ് സിനിമയിൽ വന്ന് ആ ഒരു ഫ്രെയിമിൽ നിന്ന് അഭിനയിക്കുമ്പോൾ ആ ഒരു ഡെലിക്കേറ്റ് പെർഫോമൻസ് ഉണ്ടല്ലോ, മമിത ബൈജുവിനെ എന്നെ കണ്ടോണ്ടിരിക്കും. അത്രയും ഭംഗിയായിട്ട് തന്നെ അഭിനയിച്ചിട്ടുമുണ്ട്. അതേപോലെ എനിക്കും പോളിയുടെയും റീസെന്റ് ബെസ്റ്റ് ആയിട്ട് തന്നെ ഈ സിനിമയെ കണക്കാക്കേണ്ടി വരും. പിന്നെ വിഷ്ണു വിജയുടെ മ്യൂസിക്, ഇതിനൊരു ഒരു വയലന്റ് കോമ്പോസിഷൻ ഉണ്ട് ഇന്റർവെല്ലിന്റെ പോർഷനിലും, അതേപോലെ ക്ലൈമാക്സിലും അടിപൊളിയാണ്. അതേപോലെ ഇതിന്റെ സിനിമാറ്റോഗ്രഫി ഗോർജിയസ്. ബെത്ലഹേം കുടുംബം ഏതായാലും ദിസ് വിൽ ബി വൺ ഓഫ് മൈ ഫേവറേറ്റ് വാച്ചസ് ദിസ് ഇയർ. ആൻഡ് ഞാൻ പ്രേമലു എന്ന സിനിമ ഓർക്കുന്ന പോലെ തന്നെ ഈ ഒരു സിനിമയെ ഞാൻ വരും കാലങ്ങളിൽ ഓർക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. ബിക്കോസ് ഇതെനിക്കൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നൊരു സിനിമ തന്നെയാണ്. ഗിരീഷ് ഏടി, യു ആർ എ ജെം ഓഫ് ഫിൽം മേക്കർ ആൻഡ് യു വിൽ ബി വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫിൽം മേക്കേഴ്സ് ഓഫ് ഓൾ ടൈം. സോ പ്ലീസ് ഗോ ആൻഡ് വാച്ച് ഇൻ തിയേറ്റർ. തിയേറ്ററിൽ നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്ക് ആ കിട്ടുന്ന ഒരു ബ്യൂട്ടി ഉണ്ടല്ലോ, ആ ഒരു വാംനെസ് ഉണ്ടല്ലോ, അത് വേറെ എവിടെയും കിട്ടില്ല. സോ പ്ലീസ് ഗോ ആൻഡ് വാച്ച് ദിസ് മൂവി ഇൻ തിയേറ്റേഴ്സ്.